കാരണം ആർഷോയാണ് ഒരു പുതിയ സംസ്കാരം. SFIയുടെ മുമ്പത്തെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ കലാലയങ്ങളിൽ കലാപരിപാടികൾ, സാംസ്കാരിക വേദികൾ, ചില പുത്തൻ ആശയങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികളെ ഇളക്കി മറിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ പിടിച്ചുകൊണ്ട് വോട്ട് നേടുക എന്നുള്ളൊരു ശൈലി ഉണ്ടായിരുന്നു. സാംസ്കാരിക പ്രവർത്തനം, സൗഹൃദ പ്രവർത്തനം, കലാപരിപാടികൾ ഇങ്ങനെയൊക്കെ ഉള്ളതിലൂടെയാണ് അവർ ആദ്യകാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം പിറ്റിയിരുന്നത്. പിന്നീടും അവരുടെ പല മുദ്രാവാക്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ശക്തമായ ചോര ചെങ്കൊടി, ചോര ചാലുകൾ നീന്തിക്കയറി എന്നൊക്കെ പറയുന്ന ആ ശൈലിയാണ് അവർ പലപ്പോഴും കുട്ടികളെ ആവേശം കൊള്ളിക്കാനായിട്ട് എടുത്തിരുന്നതെങ്കിൽ ഓഷോ വന്നതിന് ശേഷമാണ് ഈ കുട്ടികൾ അടിയിലൂടെ ഇങ്ങോട്ട് വന്ന് ഏത് കോളേജിലായാലും വന്നു കയറുമ്പോഴേ 2 അടി കൊടുത്ത് അവനെ നമ്മുടെ കൈക്കലാക്കുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരെ നമ്മുടെ കൈക്കലാക്കുക, എതിർ കക്ഷികളുടെ കൊടിയോ പോസ്റ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അത് വലിച്ചു കീറിക്കളഞ്ഞ് ഓടിച്ചിട്ടടിക്കുക, ഈ ശൈലി കൊണ്ടുവന്നത്. ഇതിപ്പോഴും SFI തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനകത്ത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ കാറ് തടഞ്ഞുകൊണ്ട് കുട്ടികൾ കാണിച്ച കോപ്രായങ്ങൾ കാണുമ്പോൾ പലർക്കും തോന്നി. കുട്ടികൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കരമായ ഒരു അപ്പീലുണ്ടാക്കിയ ഒരു കാര്യമാണെന്നാണ്. പക്ഷേ കേരളത്തിലെ ഈ TV കണ്ടുകൊണ്ടിരുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.